ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നിങ്ങളുടെ സ്ക്രീനിൽ 2 ഓപ്ഷൻസ് കാണും. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. പൈൽ നമ്പർ 1, താങ്ക് യു. താങ്ക് യു. ഫസ്റ്റ് തന്നെ 9 ഓഫ് കരിഷ്മയുടെ എനർജിയാണ്. 9 ഓഫ് ഇൻ്റലിജൻസ്, 2 9 വരുന്നുണ്ട് നിങ്ങൾക്ക്. Ace of Charisma, 5 of Intelligence. ഓക്കെ, ഈ ഒരു ദിവസം വന്നിട്ട് കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത്, ഏത് എനർജിയാണ് ചൂസ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ 9 ഓഫ് കരിഷ്മയിൽ വന്നിട്ട് ഒത്തിരി പവർ ഉണ്ട്. നിങ്ങളാണ് ചാർജ്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അതിന് വേണ്ടിയിട്ട് ഒത്തിരി സപ്പോർട്ട് ഉണ്ട്, ഒത്തിരി എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ 9 ഓഫ് ഇൻ്റലിജൻസിൽ വന്നിട്ട് ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ പാസ്റ്റിലെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റായ രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ടുള്ള പ്രവണത ഇന്ന് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ 2ൽ നിന്നിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഫോക്കസ് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം, എങ്ങനെ കുറച്ചൊരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങളിൽ നമുക്ക് ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ എനർജിയിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു സറണ്ടറിൻ്റെ എനർജി, അർപ്പണ മനോഭാവം, അത് നിങ്ങളോട് ചൂസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ആക്ഷൻസ്, പറയുന്ന കാര്യങ്ങൾ വൈസായിട്ട് ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പവറുണ്ട്, ഒത്തിരി കരിഷ്മയുണ്ട്, ഒത്തിരി എന്താ പറയുക പൊട്ടൻഷ്യലുണ്ട്. അതും നിങ്ങൾക്ക് ഇന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ 4 ഓഫ് ഇൻ്റലിജൻസിൻ്റെ എനർജി വരുന്നുണ്ട്. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒത്തിരി ലേൺ ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഒത്തിരി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബാക്കിലും ഇവിടെ ക്യൂൻ ഓഫ് സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ്. ഒത്തിരി ക്രിയേറ്റീവ് എനർജി, ഒത്തിരി ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അപ്പിയറൻസിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കായിരിക്കാം. മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പവറിലെത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഇന്നത്തെ എഫർമേഷൻ എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ എഫർമേഷൻ എന്താണ്? Today I am special. Today I will realize that I am a unique one of a kind person. ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ ആ ഒരു യുണീക്കായിട്ടുള്ള കഴിവ്, പൊട്ടൻഷ്യൽ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ, നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, കാരണം നിങ്ങൾ വളരെ സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒത്തിരി ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡിവൈൻ്റെ എനർജി അവൈലബിൾ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് പൈൽ നമ്പർ 2യുടെ. താങ്ക് യു. താങ്ക് യു. ഇവിടെ വന്നിട്ട് പേജ് ഓഫ് വിസ്ഡം ആണ് വന്നേക്കുന്നത്. സ്റ്റാർ, the emperor, the world. Okay, ബാക്കിൽ വന്നിട്ട് ഡെത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, 4 ഓഫ് വിസ്ഡത്തിൻ്റെ എനർജിയും കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിസ്ഡം, അറിവ് യൂസ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനോട് യെസ് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനോടെല്ലാം നോ പറയാനായിട്ട്, ഓക്കെ, ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് കമ്മ്യൂണിക്കേഷനിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം. കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒരു സ്ട്രോങ് എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ പേജ് ഓഫ് വിസ്ഡത്തിലും വന്നിട്ട് നിങ്ങൾക്കറിയാം എന്താണ് ലൈഫിൽ വേണ്ടതെന്ന്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ വേൾഡിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. ചിലപ്പോൾ യൂണിറ്റിയുടെ ആവശ്യം വരുന്നുണ്ടാകാം. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എംപററും വന്നിട്ട് നിങ്ങളുടെ പവർ ഇന്നത്തെ ദിവസം ട്രസ്റ്റ് ചെയ്യുക. അതോടൊപ്പം കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങളുടെ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ സൈഡിൽ കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള എനർജീസിലായിരിക്കാം. അതായത് സ്ട്രിക്റ്റായിട്ട് നിൽക്കേണ്ടടുത്ത് നിങ്ങൾ അങ്ങനെ നിൽക്കുക, അതല്ല കുറച്ചൊരു കമ്പാഷൻ, കുറച്ചൊരു പരിഗണന കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള എഫർമേഷൻ നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എഫർമേഷൻ എന്താണ്? പൈൽ നമ്പർ 2യുടെ എഫർമേഷൻ എന്താണ്? Today I am receptive. Today I will let go of the past. I will live in the present and I am looking forward to a bright future. ഓക്കെ, ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് എനർജീസിന് കടന്നു വരാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ റിസപ്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്റ്റിലെ കാര്യങ്ങൾ കുറച്ചും കൂടെ കമ്പാഷനേറ്റായിട്ട് കൈകാര്യം ചെയ്യുക. പ്രസൻറ്റ് മൂമെൻ്റായിട്ട് ഇപ്പോഴെന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിൽ ചിന്തകൾ കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയവും ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.